ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുഞ്ഞാപ്പം. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്, വെക്കേഷൻ ലാസ്റ്റ് ഡേ എങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പോകണം. നാളെ സ്കൂൾ തുറക്കണം. അതിൻ്റെ വീഡിയോ ഞാൻ നോക്കട്ടെ ഇടാൻ പറ്റുമോ എന്ന്. ഇപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുമില്ല. നമുക്ക് സ്കൂൾ തുറന്നാലും ഇട്ടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സും അങ്ങനെ എക്സ്ട്രാ ക്ലാസ് ഒന്നും സംഭവമൊന്നുമില്ല. നമുക്ക് 3-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത്. ക്ലാസ് അങ്ങനെ സ്കൂൾ തുറക്കുന്നത്. പിന്നെ 1-ാം തീയതി പഠിപ്പിക്കുന്നില്ല. നമ്മൾ ബുക്കൊന്നും കൊണ്ടുപോകത്തൊന്നുമില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ വേണ്ടില്ല. നമുക്ക് വേറെ നമ്മൾ പള്ളിയിൽ പോയി നിൽക്കുകയാണ് കേട്ടോ. പള്ളിയിൽ പോയിട്ട് വന്നിട്ട് നമ്മളിവിടെ ഒരിടത്ത് നിൽക്കുകയാണ്. ചേച്ചനും അമ്മ ഇപ്പോൾ വണ്ടിയിൽ വരും. ഞങ്ങൾ ആദ്യം കൊണ്ട് വിട്ടേക്കുവാണ്. നമുക്ക് ഒരു ചർച്ച വരെ പോകണം. അവിടെ നമുക്ക് അവിടെ ഡാൻസും ആക്ഷൻ സോങ്ങും ഒക്കെ ഉണ്ട്. നമുക്ക് ലാസ്റ്റ് ഡേ അവിടെ ആനിവേഴ്സറിയാണ്. അപ്പോൾ ആ ഒരു ചർച്ചിൻ്റെ അവിടെ നമുക്കപ്പോൾ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അവിടെ പോകണം. പിന്നെ നമുക്ക് കുറച്ച് നാളത്തെ ഡ്രസ്സ് എടുക്കണം. എനിക്ക് ജീൻസ് ഉണ്ട്, ടോപ്പാണ് എനിക്ക് എടുക്കേണ്ടത്. കുഞ്ഞാപ്പൂവിന് ഡ്രസ്സ് ഓൾറെഡി ഉണ്ട്, ആൾ കൊടുത്തതുണ്ട്. അതാണ് കുഞ്ഞാപ്പ് ഇടുന്നത്. നല്ല ഡ്രസ്സാണ്. കുഞ്ഞാപ്പ് ഇഷ്ടപ്പെട്ട് കുറേ നാൾ കാത്തിരുന്ന ഡ്രസ്സാണ്. നമുക്ക് പിന്നെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ മേടിക്കണം. ഞാൻ പറഞ്ഞായിരുന്നു മറ്റേ വീഡിയോയിൽ. അത് നമ്മുടെ വീഡിയോ പുതിയത് വന്നിട്ടുണ്ട്, പോയി കാണാം. ഓക്കെ, പിന്നെ നമുക്കെന്താ ഫേസിന് കുറച്ച് സംഭവം മേടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അത് നമ്മൾ അടുത്തുള്ളവരുടെ ആണ്, ബട്ട് അവിടെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. വൈകിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നത്. ഇന്ന് ഫുൾ ഡേ ഞാൻ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കടക്കുക. ഇത് നമ്മൾ നോക്കിയിരിക്കാം. എനിക്കിനി വീട്ടിൽ ചെന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ചിലപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ ചങ്ങനാശ്ശേരി വരെ പോകും. ഇത് അച്ചാച്ചന് ഡ്രസ്സ് എടുക്കണം, അമ്മയ്ക്ക് എടുക്കണം, എനിക്ക് എടുക്കണം, കുഞ്ഞാപ്പനും ഉണ്ട്. കുറച്ച് നേരം ഇന്നലെ വൈകിട്ട് ഇവർ പോയായിരുന്നു. ഇന്നലെ വൈകിട്ട് പോയപ്പോൾ എനിക്ക് പറ്റിയ ടോപ്പ് എനിക്കിഷ്ടമുള്ള ഞാൻ കളറൊക്കെ പറഞ്ഞൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാനായിട്ട് തന്നെ ഞങ്ങളോട് കൂടി പോയി എടുക്കാനായിട്ടാണ്. ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കണ്ടില്ല. പർപ്പിളോ ഇത് ബ്ലാക്ക് ജീൻസിന് ചേർന്നത് പർപ്പിള് ചേരും. യെല്ലോ ക്യൂട്ടായിരുന്നു, ബട്ട് ഓവർ ക്യൂട്ട്നെസ് വേണ്ട. ഓക്കെ, നമുക്കതിൻ്റെയൊക്കെ വീഡിയോ ഒന്ന് കാണാം. പിന്നെ ആദ്യമായിട്ടായാലും കാണുന്നുണ്ട് യൂട്യൂബ് ചാനലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമ്മളിവിടെ നിൽക്കുവാണ്. പിന്നെ കാണുന്നുണ്ടോയെന്ന് പറഞ്ഞാൽ വെയിലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലൊന്നും ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ല. എൻ്റെ ഞങ്ങൾ സ്കൂട്ടറിലാണ് 7 കീപ്പുണ്ട്, അതെടുക്കണം. പിന്നെ കുഞ്ഞാപ്പ് നമുക്ക് പള്ളിയിൽ നിന്ന് ക്യാഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്കിനിയും പോയി ടോപ്പ് എടുക്കാൻ പോകണം. ഒരു വീട്ടിൽ കയറി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് നാളെ സ്കൂൾ തുറക്കുമ്പോൾ ജീൻസിനോട് ടോപ്പ് ഇടാനായിട്ടായിരുന്നു ഞങ്ങൾ പോകുന്നത്. പിന്നെ അച്ചാച്ചന് കുറച്ച് ജീൻസൊക്കെ എടുക്കണമായിരുന്നു. ഒന്നുമില്ലായിരുന്നു, കുറച്ച് എടുക്കാനുള്ളായിരുന്നു. അതിനാണ് ഞങ്ങളീ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ വരാനുണ്ട്, എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഹൈസ്കൂളായി, അപ്പം കുറച്ച് കളിയൊക്കെ മാറ്റി വെക്കണം. എനിക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. സൺഡേ തിരക്കിലെന്ന് എഴുതി പോയപ്പോൾ അവിടെ മുഴുവൻ ആളുകളായിരുന്നു. ഭയങ്കര തിരക്കും എല്ലാം ആയിരുന്നു. അപ്പോൾ ബ്ലാക്ക് ജീൻസിൻ്റെ കൂടെ പെർപ്പിൾ കളറിലുള്ള ഒരു ടോപ്പായിരുന്നു എനിക്ക് വേണ്ടത്. സെയിം ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടിയും പെർപ്പിൾ കളറിലെ ടോപ്പായിരുന്നു അവിടെ തപ്പിയിരുന്നത്. അവസാനം ഞാൻ വേറെയാണ് എടുത്തത്. കാണുക, ശരിക്കും പർപ്പിൾ അതല്ല. ചേച്ചൻ എൻ്റെ കൂടെ അടുത്തിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളറിലും ഇതിലൊന്നുള്ള കാര്യം. അത് നമ്മൾ നോക്കേണ്ട പ്രൈസാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ വില കുറഞ്ഞതൊക്കെ നോക്കുന്നത്, കാരണം സ്കൂൾ തുറക്കുമ്പോൾ കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി എടുക്കണം. കുഞ്ഞാപ്പിന് കാര്യങ്ങൾ നോക്കും. കുഞ്ഞാപ്പ് പറഞ്ഞ് പറയാം ആണ്ട് അത് നോക്കി ഇത് നോക്കും. കുഞ്ഞാപ്പ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ പോയത്. നമുക്ക് പിന്നെ ഈ ഷോപ്പിൽ നിന്ന് ഇത് മാത്രം മേടിക്കാനുള്ളായിരുന്നു. ചേച്ചന് ജീൻസ് തേർഡ് ഫ്ലോറിലായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ സ്കൂൾ തുറന്നു കഴിഞ്ഞാണ് ഇതെല്ലാം ഡബ്ബെല്ലാം ചെയ്യുന്നത്.
കുഞ്ഞാപ്പു ആണ് ഈ ഒരു വീഡിയോ എടുത്തത്. പിന്നെ സെലക്ട് ചെയ്തത് ഒരു റെഡ് കളറിലെ ആയിരുന്നു ടോപ്പ്. അതിൻ്റെ റെഡ് കളറിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് കയ്യിൽ പിടിച്ചു. പിന്നെ ഓർത്തപ്പോൾ കരുതി റെഡ് ജീൻസിൻ്റെ കൂടെ ഈ ഒരു ടോപ്പ് ചേരില്ല എന്ന് കരുതി പിന്നെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഒരു പെർപ്പിൾ കളറിലാണ് എടുത്തത്. പിന്നെ പെർപ്പിൾ മാത്രമല്ല, പെർപ്പിളും ചെയ്തിട്ട് ഈ കളറിലാണ് എടുത്തത്. വൈറ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ എടുത്ത് നോക്കി. എല്ലാ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എനിക്കത് കുറേ കാണുമ്പോൾ അതിൽ ഏത് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഒരെണ്ണം എടുക്കാൻ പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആവും. എല്ലാം വേണമെന്നുണ്ട്. ഭയങ്കര ക്രോപ്പ് ആയിട്ടുള്ള കുറേ ഉണ്ടായിരുന്നു. ക്രോപ്പ് ടോപ്പൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ക്രോപ്പ് ടോപ്പ് ചേരില്ല, അതുകൊണ്ട് കുറച്ച് ഇറക്കമുള്ളത് മേടിക്കാൻ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനത്തെ ആയിരുന്നു നോക്കിയത്. ആദ്യം ഒന്ന് ട്രയൽ റൂമിൽ ചെന്ന് ഇട്ട് നോക്കിയപ്പോൾ കുറേ ഇറക്കം കുറവായിരുന്നു. അപ്പോൾ പറഞ്ഞ് വേറൊന്നും എടുക്കാൻ പറഞ്ഞു. ഇതായിരുന്നു ട്രയൽ റൂമിൽ ചെന്ന് എടുത്തത്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ചേരുന്നില്ലായിരുന്നു. എനിക്ക് ഒരു ചേർച്ചയില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഇതാണ് എടുത്ത് സെലക്ട് ചെയ്ത്. ഞാൻ ഫോട്ടോ എല്ലാം കാണിക്കാം. നമ്മൾ കുറേ നേരം ട്രയൽ റൂമിൽ നിന്നായിരുന്നു. നമ്മളിപ്പം ഷോപ്പിംഗ് എല്ലാം പോയിട്ട് വന്ന് ഇപ്പം 3 മണി എത്രയൊക്കെ ആയിട്ടുണ്ട്, 3:15 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചിറ്റാടെ വീട്ടിൽ ആനുവലിൻ്റെ പോകുന്നുണ്ട്. അവിടെ നമ്മൾ ക്യാൻസൽ ചെയ്തു. നമ്മൾ പോകുന്നില്ല എന്ന് കരുതി. ഇതെല്ലാം മറ്റേക്ക് വേണമെന്നും മനസ്സിലാവില്ല. നമ്മളിപ്പോൾ പിന്നെ ധൃതി വെക്കുമായിരുന്നു. നമ്മൾ 11 അങ്ങോട്ടായപ്പോൾ മേടിക്കാൻ പോയതാണ്. ഭയങ്കര ആളായിരുന്നു അവിടെ എല്ലാം. കടയിൽ അതുകൊണ്ട് നമുക്ക് പോയില്ല. ഇതിപ്പോൾ എത്രാമത്തെ ഡ്രസ്സ് കഴിഞ്ഞാൽ പള്ളിയിൽ പോകാനായിട്ട് ഒരു ഓറഞ്ച് ഇട്ട്, പിന്നെ അവിടെ ഷോപ്പിങ്ങിന് പോകാനായിട്ട് അത് തന്നെ ഇട്ടുകൊണ്ട് പോയി. അയ്യോ, അതിൻ്റെ ഒരു ജീൻസ് ഇട്ട്. പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞ് മേടിച്ച ഡ്രസ്സ് കാണിക്കാനായിട്ട് എടുത്തിട്ടു. ഞാൻ ടോപ്പാണ് എടുത്തത്. അതിനൊരു ജീൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെയും നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞാപ്പൊക്കെ. എന്നിട്ടും നമ്മുടെ ഷോപ്പിംഗ് ഇതുവരെ തീരുന്നില്ല. ഇന്ന് നമുക്ക് കുറച്ച് സാധനം മേടിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാച്ചൻ അമ്മയെ കൊണ്ടുവിടാൻ ഇവിടുത്തെ സ്റ്റോപ്പിൽ കൊണ്ടുവിടാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ച് വരും. അമ്മ ബസ്സിന് സമയം കുറേ വൈകുന്നതാണ് ഞങ്ങൾ പിന്നെ പോകുന്നില്ലെന്ന് വെച്ചത്. അവിടെ പോയിട്ട് വരുവാണെങ്കിൽ ഷോപ്പിംഗ് ഒന്നും നടക്കത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്ന കരുതിയിട്ട് കുറച്ച് സാധനമൊക്കെ നമ്മളിവിടെ വന്നിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിലാണ് നിൽക്കുന്നത്. ഇവിടോട്ട് ഈ അമ്മ ബസ് പിടിച്ച് വരും. ഞാനും കുഞ്ഞാപ്പ് അച്ഛനോട് നിൽക്കുന്നത്. ഇവിടെ ഒരു പാർക്കാണ് കേട്ടോ. ഇവിടെ നമ്മൾ കയറുന്നൊന്നുമില്ല. ഇവിടെ കയറണം കുഞ്ഞാപ്പ് കുറേ നാളത്തെ ബലം വെക്കുവാണ്. പക്ഷേ ഇവിടെ ഭയങ്കര ചാർജാണ്. ഇവിടെ റൈഡേഴ്സൊന്നും ഇല്ല. ചുമ്മാ ഒരു പാർക്ക് അമ്മയുടെ ബസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ പോയത് ലാഭമേള എന്ന് പറയുന്ന ഒരിടത്തായിരുന്നു. അവിടെ വലിയൊരു കട പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെയാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. നമുക്ക് ആവശ്യം വീട്ടിലുള്ള എല്ലാം ഉണ്ട്. ലാഭമേള എന്നൊക്കെ പറയുമ്പം കുറച്ച് ലാഭമൊക്കെയാണ്. ഇതൊക്കെ പ്രൈസ് വരുന്നത് 200 റുപ്പീസിനാണ്. ഫസ്റ്റ് സെക്ഷൻ ഈ ഒരു ചെരുപ്പിൻ്റെ ഇതൊക്കെയാണ്. ഇതുകൊണ്ട് പുല്ലിൻ്റെ ഒക്കെ ആയിരുന്നു. അച്ഛൻ പറഞ്ഞതൊക്കെ തൊടല്, അത് കണ്ടാൽ തന്നെ ആളുകൾ കളിയാക്കുമെന്നൊക്കെ അച്ഛൻ പറഞ്ഞു വിട്ടിരുന്നു. നമ്മൾ അവിടുന്ന് കുഞ്ഞാപ്പിനൊരു ക്രോപ്സ് മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചെരുപ്പിൻ്റെ അവിടുന്ന് എനിക്ക് ക്രോപ്സ് വേണമെന്നുണ്ടായിരുന്നു. ബട്ട് എനിക്കെന്തോ ക്രോപ്സ് ഇഷ്ടമാണ്. ബട്ട് അവിടുത്തെ ഒരു ക്രോപ്സൊക്കെ കണ്ട് എനിക്കൊന്നും ഇപ്പം തോന്നില്ല. ഒരു പെർപ്പിൾ കളർ എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് എനിക്ക് തോന്നിയില്ല. ബട്ട് ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ തോന്നുമ്പോൾ മേടിച്ചാൽ മതിയെന്ന്. പിന്നെ എനിക്കിനി വീണ്ടും പോകണം മേടിക്കാനായിട്ട്. ഞാൻ ഓരോ സാധനം വേണമെന്ന് പറയുമ്പോൾ അവിടെ എല്ലാം കൗണ്ടർ അടിക്കുമായിരുന്നു. അച്ഛൻ അവിടെ കണ്ടത് ഫൗണ്ടേഷനായിരുന്നു. ഇതെനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇത് പറഞ്ഞാൽ പുട്ടി അടിച്ചുകൊണ്ട് നടക്കണമെന്നൊക്കെ കുറേ ആയിരുന്നു. പിന്നെ ഇത് ഞാൻ കാല് പിടിച്ച് മേടിച്ച് സമീപിച്ചാണ്. റോസ് വാട്ടർ ആയിരുന്നു ഇത്. ബട്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ അറിയത്തില്ല. ഇത് പേപ്പ പിങ്കിൻ്റെ ഒരു ബോക്സാണ്. ഇത് കുട്ടികൾക്കുള്ളതാണ്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ വാട്ടർ ബോട്ടിൽസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും വാട്ടർ ബോട്ടിലൊന്നും മേടിച്ചിട്ടില്ല. അതൊക്കെ പിന്നെ മേടിക്കാനായിട്ട് വെച്ചേക്കുമാണ്. കുട ഒന്നൊക്കെ മേടിച്ചില്ല. കുഞ്ഞാപ്പിന് പിന്നെ ഒരു റെയിൻ കോട്ടാണ്. അത് ഞങ്ങൾ ഇവിടെ നിന്നല്ല മേടിച്ച് വേറൊരിടത്താണ്. അമ്മ അതൊക്കെ നോക്കുന്നുണ്ട്. അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്ക് കറുത്ത കുട ഇഷ്ടമില്ല, എനിക്ക് കളർഫുൾ ആയിട്ടുള്ളൊരു കുട തന്നെ വേണം എന്ന് പറഞ്ഞു. കുട്ടികളുടെ ടൈപ്പ് അല്ല, ഒരു കളറായിട്ടുള്ളവർ തന്നെ. എനിക്ക് പിങ്ക് കിട്ടിയ കൊള്ളാറുണ്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് കളർ പെർപ്പിൾ ആയതുകൊണ്ട് എനിക്ക് പെർപ്പിളിൻ്റെയാണ് വേണ്ടത്. കപ്പും പാത്രം എല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും ഞങ്ങളുടെ അമ്മ വിടത്തില്ല. അതെല്ലാം കൂടെ നോക്കി മേടിക്കത്തില്ലെന്ന് അറിയാമെങ്കിലും അമ്മ അതെല്ലാം നോക്കിയേ വരത്തുള്ളൂ. അമ്മേനെ നോക്കിയാണ് ഞങ്ങളുടെ കുറേ നേരം കഴിഞ്ഞു. പിന്നെ കുറേ ഭരണി, നമ്മുടെ വീട്ടിൽ എന്നൊക്കെയോ വേണോ അതൊക്കെ ഉണ്ട്. സെറ്റിയുണ്ട്, കർട്ടൻ എല്ലാം ഉണ്ട്, കോട്ടൺസും സംഭവം എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ കാണാൻ നല്ല രസമാണ്. എനിക്ക് ഓരോ സംഭവമൊക്കെ കണ്ടു പോകാനായിട്ട് നല്ല രസമാണ്. ഈ വീഡിയോ കുഞ്ഞാപ്പുമാണ് പിന്നെ എടുക്കുന്നത്. ഇവിടെ നമ്മൾക്ക് വേണ്ട ഡ്രസ്സ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. അച്ചാറക്കിട്ട് വെക്കുന്ന ഒരു സംഭവം എല്ലാം ഉണ്ടായിരുന്നു. കുഞ്ഞാപ്പൂവിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിനൊക്കെ കുഞ്ഞാപ്പൂവിന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണിത്.